ഞാൻ ഭയങ്കര സന്തോഷത്തിലാണുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് കടലുണ്ടിയാണ്. നമ്മുടെ ഇന്നത്തെ കേരള സ്റ്റേറ്റ് ബോർഡ് റിസൾട്ട് വന്ന സമയത്ത് റേസിൻ്റെ സ്റ്റുഡൻ്റായ അനശ്വരയ്ക്ക് ഫുൾ മാർക്ക് 1200 കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആളെ ഒന്ന് കണ്ടാലോ? വാ കാണാം. അനശ്വര, കൺഗ്രാറ്റുലേഷൻസ്. വലിയൊരു കാര്യമാണ്. ഹാപ്പി അല്ലേ എല്ലാവരും? അപ്പോൾ നമ്മുടെ റേസിൻ്റെ മുത്താണ് ഈ നിൽക്കുന്നത്. ഭയങ്കര ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ്. ഒട്ടും നമുക്ക് എന്താ പറയുക, ഭയങ്കര സന്തോഷമാണ് റേസിന്. കാരണം ഇത്രയും ഫുൾ മാർക്ക് ഇത്രയും ഹാർഡ് വർക്കിൽ മേടിച്ചു എന്ന് പറയും. അപ്പോൾ കുറേ ദിവസത്തെ 2 വർഷത്തെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് ഇന്ന് വന്നു. ഏറ്റവും നല്ല ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ കിട്ടിയല്ലേ? അപ്പോൾ എന്ത് തോന്നുന്നു? നല്ല സന്തോഷം. വീട്ടിലെല്ലാവർക്കും നല്ല ഹാപ്പിയാണ്. അവർക്കും ഇങ്ങനെ ടെൻഷൻ ആയിന് റിസൾട്ടിൻ്റെ കാര്യത്തിൽ. പിന്നെ എല്ലാവരും സപ്പോർട്ടാണ്. പിന്നെ റേസിലുള്ള ടീച്ചേഴ്സും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എല്ലാവരും സപ്പോർട്ടും കൊണ്ട് ഈ ഒരു എന്തായാലും ഈ ഒരു അച്ചീവ്മെന്റ് കിട്ടി അല്ലേ? അപ്പോൾ ഈ റേസിലായിരുന്നല്ലോ പഠിച്ചത്. ഇത്രയും ദൂരത്തുനിന്ന് റേസിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത് എല്ലാവരോടും ഒപ്പീനിയൻ ചോദിച്ചിട്ടാണ് നമ്മൾ റേസിലേക്ക് എത്തിയത്. എല്ലാവരും ഒരു ഓപ്ഷൻ പറഞ്ഞ് റേസിലേക്ക് പോയിക്കോളാനാണ്. അങ്ങനെ അത് ചൂസ് ചെയ്തു. പിന്നെ 1 hour ട്രാവൽ ഉണ്ട്, പക്ഷെ ഞങ്ങൾക്കത് പിന്നെ ശീലമായി മാറി. 1 hour ട്രാവൽ ചെയ്താണെങ്കിലും റേസിലേ പഠിക്കൂ എന്നുള്ള ഇതിലാണ് പോയത്. അപ്പൊ അതിന്റെ റിസൾട്ട് എന്തായാലും കിട്ടി അല്ലേ? റിസൾട്ട് എന്തായാലും കിട്ടി. അപ്പൊ റേസിന്റെ ക്ലാസ്സസും ഫാക്കൽറ്റീസും ഒക്കെ എങ്ങനെയായിരുന്നു? നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. സാറുമാരൊക്കെ അടിപൊളിയായിട്ട് ക്ലാസ് എടുത്തുന്നത് നല്ല മനസ്സിലാവുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പൊതുവെ ഡൗട്ട് ചോദിക്കാൻ ഒരു പേടിയുള്ള കൂട്ടത്തിലാണ് ഓരോന്ത് വിചാരിക്കുന്നത്. പക്ഷേ സാറുമാർ അങ്ങനെയൊന്നും അല്ലായിരുന്നു. നല്ല രീതിക്ക് നമുക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തന്നിരുന്നു. അപ്പോൾ ഈ ഒരു ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടി എന്തായാലും നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയൊക്കെയായിരുന്നു പ്രിപ്പറേഷൻസ്? അതായത് ഡെയിലി പഠിക്കായിരുന്നു? അന്നന്ന് എടുത്ത ടോപ്പിക്സ് അന്നന്ന് കവർ ചെയ്യായിരുന്നു? എങ്ങനെയായിരുന്നു? അന്നന്ന് എടുത്ത ടോപ്പിക്സ് കവർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ പെൻഡിങ് വരുമ്പോൾ നമ്മൾ വേറൊരു ദിവസം എടുത്ത് ഇതാക്കും. പിന്നെ ഞാൻ പഠിക്കുക വെച്ചാൽ NCERT ആണല്ലോ നമുക്ക് മെയിനായിട്ടുള്ളത്. അതും പിന്നെ റേസിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് പഠിക്കാറ്. പിന്നെ അവിടുത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, മെറ്റീരിയൽസ് അതൊക്കെ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ ഇപ്പം നീറ്റ് എക്സാം എഴുതിയല്ലോ, അതും നന്നായിട്ട് എഴുതിയെന്ന് കേട്ടു. +2 ഫുൾ മാർക്ക് വാങ്ങി. അപ്പോൾ ഈ രണ്ടും കൂടെ എങ്ങനെ മാനേജ് ചെയ്ത് പോയി? റേസിലെ ക്ലാസ് കൂടുതൽ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിരുന്നു. പിന്നെ അവിടെ ഒരുപാട് എക്സാം എഴുതി, അത് നല്ല പ്രാക്ടീസ് ആയിരുന്നു. ആ ക്വസ്റ്റ്യൻസ് തന്നെ നല്ല ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് നമുക്ക് വേറെ പുറത്തുനിന്നൊന്നും റെഫർ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിലൂടെ തന്നെ ചെയ്യാൻ കഴിഞ്ഞു. നമ്മുടെ മെന്റർ മെറ്റീരിയൽസ് ഒക്കെ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു? ചെയ്തിട്ടുണ്ട്. അത് നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു NCERT നമ്മൾ അത്ര നോക്കത്തില്ല, പക്ഷെ ഇത് വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അതിന് തന്നെ ബ്രീഫായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇക്വേഷൻസ് ഒക്കെ നല്ല അവർ എന്താണ് ഹൈലൈറ്റ് ചെയ്തിട്ടാണല്ലോ പ്രിന്റ്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റേസിന്റെ മെന്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അവരും ഇതേപോലെ ഡെയിലി കോൾ ചെയ്തിട്ടൊക്കെ പഠിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ടോ? അമ്മേനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലും മടി കാണിച്ചാൽ അവർ വിളിച്ചാൽ അമ്മ നമ്മളെങ്ങനെ പറയും. അപ്പോൾ അതും പിന്നെ നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും മാർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്നെ ചോദിക്കും, വിളിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ക്ലാസ് ടീച്ചേഴ്സും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ +2 ഒക്കെ കഴിഞ്ഞ് കൂളാണെന്ന് നമുക്ക് വിചാരിക്കാം, ഹാപ്പി ആയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇനി അടുത്ത പരിപാടി? എന്തായിരിക്കും അംബിഷൻ എന്നുള്ളത് എല്ലാവരുടെയും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ എന്താണ് അടുത്ത നോക്കുന്നത്? MBBS ചെയ്യണം തന്നെയാണ് ആഗ്രഹം. റേസിൽ ട്യൂഷൻ പ്ലസ് എൻട്രൻസ് കോച്ചിങ് ഉള്ളതുകൊണ്ട് നമുക്ക് നീറ്റ് നല്ല സ്കോർ ചെയ്യാൻ കഴിയും. പക്ഷേ ഞാനിപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് ബോർഡ് എക്സാമിനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും കൂടെ നല്ല പഠിച്ചിട്ട് ഒന്നും കൂടെ സ്കോർ ചെയ്ത് നല്ല കോളേജിൽ ചേരണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഈ ഫുൾ മാർക്ക് വാങ്ങുക എന്നുള്ളത് ഒട്ടും ഈസി അല്ല. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഈ ഫുൾ മാർക്ക് വാങ്ങുന്ന കുട്ടികളൊക്കെ എങ്ങനെയാണ്? ഫുൾ ടൈം പഠിക്കുകയാണോ? റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ബുക്കിൻ്റെ മുന്നിൽ തന്നെയാണോ? എങ്ങനെയാണ് ആ ഒരു അച്ചീവ്മെൻറ്റ് നേടിയെടുത്തത്? ഞാൻ അങ്ങനെ ഫുൾ ടൈം ബുക്കിൻ്റെ മുന്നിൽ അങ്ങനെയൊന്നും അല്ലായിരുന്നു. അന്നന്ന് എടുക്കേണ്ട അന്നന്ന് പഠിക്കുക, പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക അങ്ങനെ. പിന്നെ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്കായിട്ടൊരു നോട്ട് ഉണ്ടാക്കും. പിന്നെ നമുക്ക് +2 അറിയുന്നത് കൂടുതൽ ഓർഗാനിക്കാണ് കെമിസ്ട്രിയിൽ വരുന്നത്. അതൊക്കെ കൂടുതൽ എഴുതി പഠിച്ച് ക്വസ്റ്റ്യൻ ചെയ്താൽ തന്നെയാണ് നമുക്ക് അതിൽ സ്കോർ ചെയ്യാൻ കഴിയുക. ഇപ്പോൾ ചാപ്റ്റേഴ്സ് നമുക്ക് കുറച്ച് കട്ട് ചെയ്തുകൊണ്ട് കൂടുതൽ വെയിറ്റേജ് ആയി തന്നെ. അപ്പോൾ ഇനി +1 +2 പ്രിപ്പയർ ചെയ്യുന്ന പഠിക്കുന്ന മക്കളോട് എന്താണ് അനശ്വരയ്ക്ക് കൊടുക്കാനുള്ള ടിപ്സ് എന്തൊക്കെയാണ്? കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക, പിന്നെ കൂടുതൽ ടോപ്പിക്ക് പെൻഡിങ് ആവാണ്ട് ശ്രദ്ധിക്കുക. കാരണം അത് നമുക്ക് കൂടുതൽ സ്ട്രെസ്സായിരിക്കും. എക്സാം ഒക്കെ ആകുമ്പോഴേക്ക് തോനെ പഠിക്കാണ്ടല്ലോ എന്നുള്ളൊരു ടെൻഷൻ വരും. കൂടുതൽ എക്സാം അറ്റൻഡ് ചെയ്യുക. റേസിൽ തന്നെ നമുക്ക് ബോർഡ് എക്സാം ഡിസ്ക്രിപ്റ്റീവ് ഒക്കെ നടത്തിയിട്ടുണ്ട് ഒരുപാട്. അതും അറ്റൻഡ് ചെയ്താൽ നല്ല ഹെൽപ്പ് ചെയ്യും. എന്തായാലും അനശ്വരയുടെ ഈ റിസൾട്ട് തീർച്ചയായിട്ടും ഹാപ്പി ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ്
ആൾക്ക് വേണ്ടി എല്ലാം സപ്പോർട്ട് ചെയ്തത് അമ്മയാണെന്ന് അറിയാം. എല്ലാവരും ഫാമിലിയുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എല്ലാവരും സപ്പോർട്ട് ചെയ്ത്. എങ്ങനെയാണ് ആള് വീട്ടില് കുറച്ച് കുറുമ്പാണ്. അപ്പൊ സ്റ്റഡീസിൽ എങ്ങനെ ആൾ ഒറ്റയ്ക്കെല്ലാം ഹാൻഡിൽ ചെയ്യും? ഒറ്റയ്ക്ക് തന്നെ. ഞാൻ അങ്ങനെ നിന്ന് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടൊന്നുമില്ല. പിന്നെ ഒറ്റയ്ക്ക് തന്നെ ഉള്ള പഠിത്താണ്. പഠിക്കുന്ന അങ്ങനെ പറയേണ്ട ഒരു ആവശ്യം അങ്ങനെ വന്നിട്ടില്ല. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ രാത്രി സമയത്ത് കുറച്ച് നേരം പഠിക്കൂ. അപ്പൊ അച്ഛമ്മ എന്നോട് പറയും, മാലു വേഗം ഉറങ്ങിയിട്ടുണ്ട്, കുറച്ചേ പഠിച്ചിട്ടുള്ളൂ എന്ന് പറയും. അപ്പൊ അച്ഛമ്മയ്ക്ക് ഒരു പേടിയാണ്, അവള് പഠിച്ചില്ലേ എന്നുള്ള ഒരു പേടിയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അത് രാവിലെ എണീറ്റിട്ട് പഠിച്ചോളൂ എന്നാണ്. കൂടുതൽ സമയം രാവിലെ എണീറ്റിട്ടുള്ള പഠിത്തം. രാത്രി പെട്ടെന്ന് ഉറങ്ങും, രാവിലെ എണീറ്റിട്ടുള്ള. അപ്പൊ എങ്ങനെ ഇനി ഭാവി അമ്മയ്ക്ക് എന്താണ് ആഗ്രഹം? അതൊക്കെ അവളെ ഇഷ്ടത്തിന് വിട്ടിട്ടുണ്ട്. എല്ലാം അവളുടെ ഇഷ്ടത്തിന്. അവള് പറഞ്ഞു എന്തായാലും MBBS ഒക്കെയാണ് താല്പര്യം. അപ്പൊ എന്തായാലും ആളുടെ ഇപ്പോഴത്തെ ഈ ഒരു റിസൾട്ട് എന്താ നമുക്കറിയാം. തീർച്ചയായിട്ടും ആളുടെ ഡ്രീംസ് ഒക്കെ അച്ചീവ് എന്നുള്ളത്. അപ്പൊ എല്ലാ ഡ്രീംസും അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. എല്ലാവിധ ബ്ലെസ്സിങ്സ് ഉണ്ടാവും.